ഇല്ലാത്തതിനെ ചൊല്ലിയല്ലേ നമ്മുടെ പല സങ്കടങ്ങളും. ഒരു കഥ പറയാം. രാജാവും മന്ത്രിയും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഗ്രാമവഴികളിലൂടെ സഞ്ചരിക്കുക പതിവാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ സ്ഥിരമായി കാണുന്ന ഒരു ഭവനത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും കളിയും ചിരിയും. ആ കുടുംബത്തിലാകെ ഒരു സമാധാന അന്തരീക്ഷം. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എൻ്റെ അന്തഃപുരത്തിൽ പോലും ഇത്രയും സമാധാനമില്ല. മന്ത്രി രാജാവിനോട് പറഞ്ഞു, അങ്ങനെ അനുവദിച്ചാൽ ആ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി സമാധാനം ഞാൻ നഷ്ടപ്പെടുത്താം. എങ്ങനെയാണ്? രാജാവ് ചോദിച്ചു. അങ്ങ് എനിക്ക് 99 സ്വർണ്ണ നാണയങ്ങൾ നൽകണം. രാജാവ് മന്ത്രി പറഞ്ഞതുപോലെ ചെയ്തു. മന്ത്രി അതൊരു തുണിയിൽ പൊതിഞ്ഞ് ആ വീടിൻ്റെ ഉമ്മറത്ത് പിറ്റേന്ന് പ്രഭാതത്തിൽ കൊണ്ടുവച്ചു. ഗൃഹനാഥൻ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ പണക്കിഴിയാണ്. അത് തുറന്നു നോക്കിയപ്പോൾ 99 സ്വർണ്ണ നാണയങ്ങൾ. ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതി അയാൾ ആകെ ആകുലപ്പെട്ടു. കുടുംബാംഗങ്ങൾ ഓരോരുത്തരെ വിളിച്ചു തുടങ്ങി. നിങ്ങൾ ഇതിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം എടുത്തോ. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുവാൻ തുടങ്ങി, പരസ്പരം കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് കളിയും ചിരിയും സമാധാനവും നഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇതാണ് സാധാരണയായി സംഭവിക്കുന്നത്. ഇല്ലാത്തതിനെ ചൊല്ലിയാണ് നമ്മുടെ വേവലാതിയും അങ്കലാപ്പും. അതോടെ നമ്മുടെ ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങും. എന്നാൽ ഉള്ളതിനെ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താമെന്ന് നാം ഇതുവരെയും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.